ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നെജ്മ വന്നിട്ടുള്ളത് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനും കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വ്ളോഗിൽ ഉമ്മാൻ്റെ കുറച്ച് റെസിപ്പീസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ പായസമൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉമ്മ പായസം അതുപോലെ ചെറുപയർ പരിപ്പാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് ഉപ്പേരിക്കുള്ളതാക്കാൻ വിചാരിക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം കട്ടിംഗ് ബോർഡിൽ ഇതാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഈസി ആയിട്ട് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് ക്യാരറ്റ് ആണെങ്കിലും അതുപോലെ ബീട്രൂട്ട് ഇങ്ങനെയുള്ള ഉപ്പേരികൾക്കൊക്കെ വേഗം ആക്കാൻ ചെയ്യാം. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യുക, ചെന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതൊരു എക്സ്പോക്ക് പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, അപ്പോൾ ഇത് ക്യാരറ്റ് ഇതാക്കുമ്പോഴേട്ടോ എനിക്ക് ഓർമ്മ വന്ന് ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മൾ അനിയത്തി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കുറേ പാലൊക്കെ വേണം കേട്ടോ അതിന്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫുഡിലൊക്കെ യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ ഡെയിലി ഉപ്പേരി നമ്മളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കണം നല്ലതാണ് ഞാൻ പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ വേഗം അടുത്ത പരിപാടിയിൽ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഫുള്ളായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുപ്പൊന്ന് നോക്കിയപ്പോൾ തീ കത്തുന്നില്ല. അപ്പോൾ അതൊന്ന് കത്തിച്ചൊന്ന് സെറ്റാക്കണം. അതിൻ്റെ ഇടയിലാണ് കേട്ടോ. പിന്നെ ഈ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എന്നാൽ ബാക്കിയുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പേരിക്ക് നമുക്കറിയാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ ഇനി ഉപ്പേരീൻ്റെതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എന്തായാലും ഉപ്പൊക്കെ ഒന്ന് കുറച്ച് കുറവാട്ടോ നോക്കിയപ്പം. അപ്പോൾ ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടാതെ നോക്കണേ, ഒരു പാകത്തിന്. ഞാൻ അളവൊന്നും പറയുന്നില്ല, എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് അളവിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി. അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ചില ആളുകൾ അടച്ച് വെക്കാതെ വേവിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് സെറ്റാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പം ചോറിൻ്റെ തീയൊക്കെ കെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒന്നിനി കത്തിക്കാമെന്ന് വിചാരിച്ചു. വിറകെടുത്തിട്ട് വരട്ടെ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് കത്തിക്കണം. അപ്പോൾ ചോറങ്ങനെ വെള്ളം കുടിച്ച് പോവും ചോറിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല കത്തിക്കണം. അപ്പം ഇനി ഓലക്കടി എടുത്തൊന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം വെട്ടി തിളക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ചോറ് വെന്തിട്ടൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ അപ്പോൾ ഉപ്പേരി ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി ഒന്ന് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് കഴിഞ്ഞ ബ്ലോഗിലൊക്കെ നമ്മളൊരു പാത്രം വെക്കുക, എന്നിട്ട് നമ്മളെ വേസ്റ്റുകളൊക്കെ അതിലിടുക. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ അതിലിട്ടാൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മുരിങ്ങക്കായുടെ കറിയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കേണ്ട ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് മുരിങ്ങക്കായുടെ കറിയാണ്. നല്ല നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായ കറി. അപ്പോൾ ഇതിൻ്റെ കൂടെ ചില ആളുകൾ മാങ്ങ ഇടാറുണ്ട്, ചിലർ ചെള്ളി ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാ മുരിങ്ങക്കായ മാത്രം വെച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കറീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവരൊക്കെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. മുരിങ്ങാക്കായ ഫുള്ള് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയി തട്ടണം. അപ്പോൾ ഇനിയിപ്പോൾ
എന്തായാലും അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകട്ടെ കേട്ടോ. കാരണം നമുക്ക് ഉപ്പേരിയിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കാണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മുരിങ്ങാക്കായ കറിയിലേക്കും കുറച്ച് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ചിരകട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് എന്താ പറയുക 2 മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്കുള്ളതിൽ ജസ്റ്റ് തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഇടുന്നു, പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ജസ്റ്റ് ചമ്മന്തിയിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, ഉപ്പേരിയിൽ കുറച്ച് ഇട്ടാൽ മതി, അപ്പോൾ കൂടിപ്പോവരുത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഉപ്പേരിക്കുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ തേങ്ങ ഒതുക്കുമ്പോൾ അതിൽ വെള്ളം ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, ചമ്മന്തി പോലെ. കറിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ആവശ്യത്തിന്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ കറി എന്ത് ചെയ്യുക, ആകെ ലൂസായി പോകും. എന്നാലോ തീരെ വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. അപ്പോൾ അത് നമുക്ക് ആ ഒരു നേക്കിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു 4-5 കഷ്ണം ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള തേങ്ങയാണ് എടുത്തത്. ഞാനൊരളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യാനുസരണം നമ്മളെന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. പിന്നെ മുരിങ്ങാക്കായ കറി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ചെള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലിടാത്തിട്ടോ. മാങ്ങ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും മിക്സിയുടെ അടപ്പൊന്ന് കഴുകിയെടുക്കട്ടെ വൃത്തിയായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കഴുകണമല്ലോ. പിന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ടേ, മാഷാഅല്ലാഹ്. അപ്പോൾ ഓവറായിട്ട് അരഞ്ഞു പോയാൽ ആകെ പണി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ സാധാരണ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇടരുതിട്ട്, അപ്പോഴേക്കും ഓഫ് ചെയ്യണേ. അല്ലാതെ നമ്മൾ തേങ്ങ ഓവർ നമ്മൾ വേവിക്കാൻ പാടില്ല. നല്ല ടേസ്റ്റാണ് ഉപ്പേരികളിൽ തേങ്ങ അങ്ങനെ ഒതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ എല്ലാത്തിലും അതല്ല, പക്ഷേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നും ഞാൻ ഡെയിലി ഇങ്ങനെ തേങ്ങ ഒതുക്കിയിടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആവട്ടെ, എന്തായാലും നജ്മയുടെ വ്ളോഗൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കുക. അപ്പോൾ എന്നിട്ട് തീയൊന്ന് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ ഇനി ഉപ്പേരിൻ്റെ പാത്രത്തിലേക്ക്, ഒരു പാത്രം ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, ഉപ്പേരി മാത്രം നമ്മളിട്ട് വെക്കുന്ന വീട്ടിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആക്കി വെക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആ പാത്രത്തിന് ഉണ്ടാവും. കാരണം നമ്മൾ അതിൽ വേറെ ഫിഷൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിഷിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇനിയിപ്പം സെറ്റാക്കാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കറി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ കറിക്കുള്ളത് എന്തായാലും ഞാനിതാ കുറച്ച് വെള്ളം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കഴുകി കൊണ്ടുവന്ന നമ്മുടെ ഇതുണ്ടല്ലോ മുരിങ്ങാക്കായ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവണം കേട്ടോ. പിന്നെ മസാലകളൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ. അപ്പോൾ ചില ആളുകൾ മുളക് പൊടി ഇടാറില്ല, അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഞാൻ പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള മുളക് പൊടി അങ്ങനെ ഇടാറില്ല കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ കുറച്ച് ഇടാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഹസ്ബൻഡ് വീട്ടിൽ മുളക് പൊടി ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു സ്പൂണ് മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചോറ് തിളച്ച് വരാനായിട്ടുണ്ട്. കറി നോക്കിയപ്പോൾ കറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മയാണ് കേട്ടോ ഒന്ന് മീൻ മുറിക്കുന്നത്, മത്തിയാണ് ആ മീൻ. അപ്പോൾ അതൊക്കെ ഇട്ട് മുറിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പോയെടുത്താണ്. അപ്പോൾ കറി ഒന്ന്
തിളച്ച് വരുമ്പോഴേക്കും ഇനി തേങ്ങ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഇടയിൽ മറന്നുപോയി. അപ്പോൾ അതാ തേങ്ങ അരച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തുള്ളി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറവിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്തെന്ന് ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് ഇനിയിപ്പം ചോറ് പരിപാടി വേഗം തീർക്കട്ടെ. നല്ല തിളച്ചെന്ന് കേട്ടോ. നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് എടുത്ത് വെക്കണം. എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത്. ഇതാ ഇന്നിപ്പോൾ കുറച്ച് തോന ചോറ് വേണം കേട്ടോ. പള്ളിയിൽ കൊടുത്തേക്കേണ്ടതുകൊണ്ട് കുറച്ച് തോന ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വെക്കട്ടെ. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയിപ്പോൾ അതിൻ്റെ കുടുക്കൊന്ന് കഴുകി സെറ്റാക്കണം. അപ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. എന്തായാലും വിറക് നല്ല കത്തുന്നതുകൊണ്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം അധികം കനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറ് കേടുവരും. അപ്പോൾ ഇനിയിപ്പം വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, കുടിവെള്ളം ഓൾറെഡി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കടുക് ഒന്ന് പൊട്ടിച്ച് കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ കറി ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ പിന്നെ കറിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മധുരം കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പായസമൊക്കെ വിചാരിച്ചു. ഫ്രൂട്ട്സൊക്കെ തണുപ്പാകുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇന്ന് ഉമ്മയാണ് പായസം വെക്കുന്നത്. അപ്പോൾ ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ. ജസ്റ്റ് ആദ്യം ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എസ്പെഷ്യലി ഉമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടാവാറില്ല. കാരണം നമ്മളെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ചെറുപയർ പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇതാക്കിയെടുക്കട്ടെ, ചൂടാക്കിയെടുക്കുക. അപ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണല്ലോ. എന്തായാലും അതൊക്കെ വേഗം പാത്രങ്ങളാണ് കഴുകി വെച്ചാൽ ആ പണി വേഗം കഴിഞ്ഞല്ലോ വെച്ചിട്ട് അപ്പം അതിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പായസത്തിൻ്റെ പരിപാടികളൊക്കെ അവിടെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിതാ മീനൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മത്തിയാണ് മത്തിയും പിന്നെ ഇന്നലത്തെ മാന്തളും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് തോന മീനൊന്ന് ഫ്രൈ ചെയ്യും. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ സദമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് തോന നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ടേസ്റ്റുള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി മാന്തൾ ഒരുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം ഇനി. അപ്പം ഇനിയിപ്പം അതിലേക്കുള്ള തേങ്ങാപ്പാൽ കേട്ടോ ഒന്ന് 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ഞാൻ മീൻ ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ച് ഒക്കെ സെറ്റാക്കി എടുക്കണം. അപ്പം ഇനി ക്ലീനിങ് പരിപാടിയാണ്. എന്തായാലും സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ ഒന്നുമില്ല, ഞാൻ സോപ്പും പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് നല്ല ഒന്ന് കഴുകി എടുക്കും കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നീറ്റാക്കി ഇട്ടാൽ നല്ല വൃത്തിയാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല അടിപൊളിയാക്കിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ വേഗം ഞാനങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ തുടക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് തുടയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാനൊന്നുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സ്പീഡിൽ ചെയ്ത് വേഗം പോവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് നെജ്മ ഫുള്ള് കാണിക്കാത്തതെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതാ അപ്പോഴേക്കും ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച് സെക്കൻഡ് പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറിലാണ് കേട്ടോ വെച്ചത്. ഇതൊക്കെ ഇനി നല്ലെല്ലാം വെന്ത് വന്നതിന് ശേഷമാണ് ഫസ്റ്റ് പാലൊക്കെ ഒഴിക്കുക കേട്ടോ.
അപ്പോൾ ശർക്കരയും നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽമ നെയ്യാണ് കേട്ടോ, കുറച്ച് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് ശർക്കര നന്നായിട്ട് ഇതിൽ അലിച്ച് വരണേ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് പിന്നെ ജസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അത് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പായസം സിമ്പിളാണ്. അപ്പോഴേക്കും ഇതാ ഞാൻ പോയപ്പോൾ ഇപ്പോൾ കുറേ കടയിൽ നിന്ന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപ്പേരിക്കുള്ളതും പച്ചക്കറികളും അതുപോലെ വെജിറ്റബിൾ ഐറ്റംസ് അല്ലാത്ത നോൺ വെജ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ അവിടെ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനിയിപ്പോൾ നോക്കാം. പിന്നെ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒന്നാം പാൽ അപ്പോൾ എൻ്റെ സ്കിന്നി അതൊന്ന് നല്ല ടേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇനി വറവിട്ടിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം അമ്മ അതിലേക്ക് ജസ്റ്റ് ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ ചുക്ക് ഇട്ട് കൊടുക്കലുണ്ട്, അതും ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് തുടർന്നും ഇനി അങ്ങോട്ട് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇനി എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, തുടർന്നുള്ള നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഞാൻ ഈ ചാനലിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുകയാണ്. എനിക്ക് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.